എല്ലാവരും കറങ്ങാൻ പോവുക, എന്നെ മാത്രം ആരും കറങ്ങാൻ കൊണ്ടുപോകുന്നില്ല എന്നുള്ള ചേരുവിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ആഴ്ച മാതിരപ്പള്ളി വരെ പോയാലോ എന്ന് തീരുമാനിച്ചു. ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് ആതിരപ്പള്ളി നല്ല തിരക്കുണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പുലർച്ചെ ഒരു 6:30 ആകുമ്പോഴേക്കും യാത്ര ആരംഭിച്ചു. അങ്ങനെ ആലുവയിൽ നല്ല സുപ്രഭാതത്തിൻ്റെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ പോകാൻ തിരഞ്ഞെടുത്ത റൂട്ട് എന്ന് പറയുന്നത് അങ്കമാലിയിൽ നിന്നും ഏഴാറ്റുമുഖം വഴി ആതിരപ്പള്ളിയായിരുന്നു. ഈ ഏഴാറ്റുമുഖം ആതിരപ്പള്ളി റൂട്ട് എന്ന് പറയുന്നത് കുറച്ച് കാടും അതുപോലെ തന്നെ അരുവികളുമൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ റൂട്ട് തിരഞ്ഞെടുത്തത്. ഏഴാറ്റുമുഖം തുടങ്ങിയപ്പോൾ തന്നെ മഴ ചെറിയതായി ചാറാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. ഏഴാറ്റുമുഖത്ത് നിന്നും പിന്നെ ആതിരപ്പള്ളിയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കയറിയ ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്യമൃഗങ്ങളെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് കണ്ടു. ഭാഗ്യത്തിന് വന്യമൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുരങ്ങന്മാരെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. പിന്നെ പിന്നിലിരുന്നൊരു കുരങ്ങിൻ്റെ ഉപദ്രവം മാത്രമേ കൂടുതലുണ്ടായിട്ടുള്ളൂ. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം പിന്നെ വെറ്റിലപ്പാലം എത്തിയതോടെ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി. പിന്നെ അവിടുത്തെ നല്ല വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം അടുത്ത് തന്നെ നല്ലൊരു ഹോട്ടൽ കണ്ടു. അവിടെ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങളുടെ യാത്ര വീണ്ടും ആതിരപ്പള്ളിയിലേക്ക്. നേരത്തെ എത്തിയതുകൊണ്ട് അവിടെ തിരക്ക് കുറവായിരുന്നു. പതിയെ നടന്നു തുടങ്ങിയപ്പോൾ ചെരുവിൻ്റെ കണ്ണിൽ ആ കാഴ്ച പെട്ടത്. ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത ഫ്രൂട്ടിയും കുടിച്ചിരിക്കുന്ന കുരങ്ങനെ നോക്കി ചെയ്യൽ കുറേ നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെ വീഡിയോ എടുത്ത് കുറേ നേരം വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ട്. ഇതൊന്നും സഹിக்க വയ്യാതെയാണെന്ന് തോന്നുന്നു. കുരങ്ങൻ കുറച്ച് ഫ്രൂട്ടി എടുത്തിട്ട് അവൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായി. ഇത് കുടിച്ചിട്ടെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടോടെ, ഞാനൊരു പാവമല്ലേ എന്ന് പറഞ്ഞ പോലെ. ചെയ്യൽ എന്നിട്ടും വിടുന്ന ലക്ഷണമില്ല എന്ന് കണ്ട കുരങ്ങനാണെങ്കിൽ അവിടെ നിന്ന് പോകാനും നോക്കി. ആ കുരങ്ങൻ പോയ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. അടുത്ത കുരങ്ങനെ പിടിച്ച് അതിൻ്റെ കയ്യിലുള്ളത് എനിക്ക് തരുമെന്ന് പറഞ്ഞ് പിന്നെയും നിൽപ്പുണ്ടായിരുന്നു ചെയ്യൽ. പിന്നെ എനിക്കും അടുത്ത് തുടങ്ങി. അവസാനം ഞാൻ പിന്നെ അവളുടെ കൈയും പിടിച്ച് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ആതിരപ്പള്ളിയുടെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ താഴോട്ട് ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്താ നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞ് ഓടിച്ചാടിക്കൊണ്ട് ചെയ്യലും ഇറങ്ങി. താഴോട്ടേക്ക് കുറേ ദൂരം കൊണ്ട് പോകാൻ നല്ല പാടായിരിക്കും പറഞ്ഞപ്പോൾ എനിക്കതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, ഞാൻ സുഖമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോൾ ഉരുണ്ട് കണക്കി അവളങ്ങ് പോകാൻ തുടങ്ങി. ഈ പോകുന്ന പുള്ളിക്കാരി തിരിച്ചു കയറാൻ ഭയങ്കര പാടായിരുന്നു. അവിടെ ഇവിടെ ഇരുന്ന് എൻ്റെ അമ്മയെ എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ആതിരപ്പള്ളിയുടെ ആ വ്യൂ പോയിന്റിലെത്തി. നല്ല മനോഹരമായ കാഴ്ച കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു. എന്നെക്കാളും കൂടുതൽ എക്സൈറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു, കാരണം അവൾ ആതിരപ്പള്ളി ഇതിന് മുന്നേ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരം പരിപാടികൾ തുടങ്ങി. കുറച്ച് റീൽസ് എടുക്കാനൊക്കെ കുറച്ച് സ്ലോ മോഷൻ എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ അവിടെ കിടന്ന് കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തു. അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോയത് ആതിരപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വാഴച്ചാലായിരുന്നു. സെയിം വാഴച്ചാലും ദൈവത്തെ നല്ല മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതും അവൾ നല്ല സന്തോഷത്തോടെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചത് നേരെ ഏഴാറ്റുമുഖത്തേക്കായിരുന്നു. ആതിരപ്പള്ളിയും വാഴച്ചാലെല്ലാം കണ്ട തീർത്ത ശേഷം തിരിച്ചു പോകുന്ന വഴി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. പോകുന്ന വഴി അവിടെ ഇവിടെയായി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നു. ആതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയിലൂടെ പോകുന്ന വഴി കണ്ടൊരു മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടമായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെയും കുറച്ച് നേരം സമയം ചെലവഴിച്ച ശേഷമാണ് തിരികെ പോയത്. അങ്ങനെ ഞങ്ങൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എത്തി. ഇവിടെ ഇപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴും ഇവിടെ ക്യാഷ് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. കാർഡും ഗൂഗിൾ പേ ഒന്നും ഇപ്പോഴും ഇവിടെ ആക്സെപ്റ്റഡ് അല്ല. പിന്നെ ഞങ്ങളിവിടെ വന്നതിനുള്ള മെയിൻ കാരണം ഈ തൂക്കുപാലമായിരുന്നു. ഈ തൂക്കുപാലത്തിൻ്റെ വ്യൂ ഭയങ്കര മനോഹരമാണ്. ഈ തൂക്കുപാലത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഈ ഭംഗിയാണ്. ഇത് കാണുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെല്ലിനെ കൊണ്ടുവന്നത്. പുള്ളിക്കാരി അതേപോലെ ഇവിടെയും നല്ലോണം എക്സൈറ്റഡ് ആയി. പിന്നെ പുള്ളിക്കാരുടെ സ്ഥിരം പരിപാടി തുടങ്ങി. കുറേ റീൽസ് എടുക്കൽ, അതുപോലെ സ്ലോ മോഷൻ എടുക്കൽ, വ്യൂസ് കണ്ട് അത് ആസ്വദിച്ച് അതൊരു എക്സൈറ്റഡ് ആയിരിക്കൽ, അങ്ങനെ പല പല പരിപാടികളായിരുന്നു. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീക്കെൻഡ് സന്തോഷകരമായ ഒരു ദിവസമാക്കി മാറ്റി. ഇതിനെല്ലാം ശേഷം ഞാൻ അവളോട് ചോദിച്ചു, ഇനി നിനക്ക് എന്താ ഇത്രയും വെള്ളച്ചാട്ടം കണ്ടിട്ട് കാണേണ്ടതെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു,